नमस्कार। संगीत नाटक अकादमी द्वारा आयोजित इस 4 दिवसीय रामायण पुतुल उत्सव के चौथे दिन के कार्यक्रम में आप सभी का हार्दिक अभिनंदन है। इस उत्सव में आप देश के विभिन्न प्रदेशों की अलग अलग पुतुल शैलियों में रामायण के प्रसंगों को देख रहे हैं। संगीत नाटक अकादमी पिछले कई वर्षों से इस उत्सव का आयोजन करती आ रही है। इस वर्ष कोविड-19 के चलते पहले की तरह मंच प्रदर्शन नहीं हो पा रहे। इस दौरान कलाकारों और कला प्रेमियों के बीच काफ़ी फासले आ रहे हैं, जिन्हें मिटाने के लिए संगीत नाटक अकादमी लगातार इस दौरान भी ऑनलाइन कार्यक्रमों का आयोजन करती रही है। दीपावली के शुभ अवसर पर इस उत्सव का आयोजन हम सभी के लिए विशेष महत्व रखता है। आज हमारी कला यात्रा हमें ले जा रही है केरल की ओर। वहाँ की पारंपरिक छाया पुतुल तोल पावकूत पेश कर रहे हैं श्री विपिन विश्वनाथ पुलवर। पुतुल कलाकारों के परिवार में जन्मे श्री विपिन जी ने पुतुल कला अपने पिता श्री के विश्वनाथ पुलवर से सीखी। आप सिर्फ पुतुल संचालन ही नहीं करते, बल्कि पुतुल बनाने में, नए नाटकों को लिखने में और श्लोकों का पाठ करने में भी दक्षता रखते हैं। आपने देश भर में अपनी कला का प्रदर्शन किया है और विदेशों में भी अपनी प्रतिभा का लोहा मनवाया है, जैसे चीन, दक्षिण कोरिया, सिंगापुर, थाईलैंड इत्यादि में। आप कई विद्यालयों और संस्थाओं के लिए कार्यशालाएं भी संचालित कर चुके हैं। आपको भारत सरकार के संस्कृति मंत्रालय से छात्रवृत्ति और केरल राज्य सरकार से भी फेलोशिप प्राप्त हुई है। आपको कई संस्थाओं ने सम्मानित किया है, जिनमें वर्ष 2016 का केरल राज्य युवा कलाकार पुरस्कार और कर्नाटका राज्य सरकार का पुरस्कार प्रमुख हैं। आज के प्रदर्शन में आपके साथी कलाकार हैं श्री कृष्ण कुमार के, श्री विष्णु के, सुश्री पुष्पलता, सुश्री राम्या देवी, श्री विघ्नेश और श्री आदित्यन। विपिन विश्वनाथ पुलवर अपनी प्रस्तुति का आरंभ गणेश वंदना से कर रहे हैं, जिसके बाद श्री राम के वनवास पर जाने से लेकर उनके अयोध्या वापसी तक की पूरी कथा का मंचन करेंगे। Yeah.
അടിതൊഴും കരുണൈതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിത്തൈതായാഹൂ തുன்பങ്ങളണുകാമലിൻപങ്ങൾ താ നല്ല സുഖശീരണ പെരുമൈതായാഹൂ കമ്പക്കടകരി മുഖവാ ഗണപതി കക്കാഗംഗ ചന്തത്തിനകിനി കുമ്പിട്ടുളറിയ ചച്ചാജഞ്ചഞ്ഞ അരിയോടവിൽ പൊരിയപ്പം തരുവേണ്ടണ്ണ തന്നേട്ടടിമലർ വെച്ചിത തൊടുതേണ്ടണ്ണ പക്ഷം ബലഗനി പത്തും തരുവേൻ പപ്പ ബംബമ്മ എതിരൊടു മരുവിയ ഉദവിയ ഗണപതി അരല വസുശാസ്തകളാക്ഷായാഹൂ ഹരിഹരി ഗോവിന്ദ ഗോവിന്ദ മന്ദവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളൂ മോഷിക വാഹന മോദക ഹസ്തം ചാമരകർണ വിളംബിത സൂത്രം വാരണ രൂപ മഹേശ്വരപുത്ര വ്യക്ത വിനായകർ പാദനമസ്തി ഇന്നും മുന്നേ തേവർകൾ മുറയിട്ട് ഒരു മോഷിക വാഹനനേ ദൈതേ ഗണപതി ചക്കേട്ടെ ഒരു മുത്തിക്കൊരു മുതലേ ദൈതേ കണ്ടക്കാലിലണിന്ത ചിലമ്പു ചിലഞ്ചലവിണ്ടിടവേ ദൈതേ സംഘത്തേറിയിരുന്നിട്ടേ തമിഴോദിയ ഷൺമുഖനേ ദൈതേ കണ്ടത്തേവർകൾ കേതൊഴു അരുതിരുമരുകോനേ ദൈതേ മോഷിക വാഹനം മോദകഹസ്തം ചാമരകർണ വിളംബിയ സൂത്രം വാരണ രൂപ മഹേശ്വരപുത്ര വ്യക്ത വിനായകർ പാദനമസ്തി ശ്രീ മഹാഗണപതി ശ്രീപാദ നമസ്കാരം ആര്യങ്കാവിൽ ഭഗവതി ശ്രീപാദ നമസ്കാരം ആര്യമ്മൻ ശ്രീപാദ നമസ്കാരം എല്ലാ ദേവീ ദേവന്മാർകൾക്കും അനന്തം കോടി ശ്രീപാദ നമസ്കാരം ഇനി നമുക്ക് ഹരിയോം നമ എങ്കുറ അക്ഷരവിദ്യ അഭ്യസിപ്പിക്കാൻ എന്റെ ഗുരുവുക്കും ഗുരുവാന ശ്രീ മുത്തപ്പ പുലവ ശ്രീപാദ നമസ്കാരം ലക്ഷ്മണ പുലവ ശ്രീപാദ നമസ്കാരം പിതാവും ഗുരുവുമാകിയ ശ്രീ കൃഷ്ണൻകുട്ടി പുലവ ശ്രീപാദ നമസ്കാരം ഇവിടെയുള്ള എല്ലാ ഗുരുനാഥന്മാർകൾക്കും അനന്തം കോടി ശ്രീപാദ നമസ്കാരം നാം പോയി വിടുவோம் ഹരി ഗോവിന്ദ 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 കണിയാന്റെ പൊരുൾ തന്ത് പുലത്തേറ്റാകി തുറകടാകി ഐന്തീണை നരിയളാകി തെളിந்து തണ്ണൻ തൊഴുക്കമും തഴുവേ ശാന്തോ കിടந்த ഗോദ വരീനെ തമ്പി കാണായി ഗണവിജയ ഗുരൂണീര ഗോദണ്ഡവാണേ ലക്ഷ്മണ ശരണം തമയ സോദര നാമൾ മാതൃപിതരോ രാജ്ഞിയെ പരിപാലനം ചെയ്യ 14 സംവത്സരം മരവുരിയുടുത്ത് പൽക്കല ധരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് സരയൂർ നദി ചിത്രകൂടം മുണ്ടകത്തുറൈ ദണ്ഡകാരുണ്യം വഴി പഞ്ചവടിയിൽ വന്നു ചേർന്നോ പഞ്ചവടിയാമിത്തലത്തോർ അഞ്ച് വളവർഷങ്ങൾ സമാഹാരமாக നിൽക്കുന്നതിനാൽ ഇതിൽക്ക് പഞ്ചവടി എന്നു പെയർ ഇത്തനെയും മഹാത്മ്യമുള്ള ഇന്ത പ്രദേശത്തിൽ നമുക്ക് അധിവാസം ചെയ്യ ഒരു പർണശാല നിർമ്മിച്ചു തന്നുകൊള്ള സോദര കൽപ്പനാനുസരണം ചെയ്തു തരുകീൻ തമയ എങ്കം തീരിയം ഉഴമായിടം ഏനങ്കാരട് പുലിയാഴി തേരേവ തനയന്തൻ ചെറുഞാനോലിയിൽ ചെവിടു പാട വനത്തിൽ എവിടത്തിൽ തിരിയുമായിരുന്നാലും മാൻകൂട്ടങ്ങൾ കാട്ടുപോത്ത് പന്നി കരടി പുലി ചെന്നായി എപ്പടി വന്യമൃഗങ്ങൾ ഇടജാരി വലജാരിയായി സഞ്ചരിക്കുന്നത് ഇന്ത മൃഗങ്ങൾ ഇവിടം വിട്ട് ഓടെ ഒരു ബാണം തൊടുത്തുകൊള്ളുവീൻ ഹഡ് 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 സ്മൊബൈ
பிடி பிடி பிடி. ஆகாசத்திலிருந்து ஒரு வாள் பிடி பிடி என்றல்லவா சொல்லுகிறது. இதை வாங்கி முன்னே காணுகிற விருட்சத்தை முறிச்சு கொள்வேன். அடா அடாஸ் மொபைல். ஓ, என் வாளாயுதமேற்ற ஒரு சரீரி மரணமடைந்து கிடக்கிறது. இனி இந்த விருட்சமும் வேண்டாம், வனமும் வேண்டாம். வேறோரோ வனத்தில் சென்று வெள்ளை மாமரத்தை வெட்டி. வேறொரு வனத்தில் சென்று வெள்ளை இல்லாத மரத்தை வெட்டி. அடா அடாஸ் மொபைல். കൂർമ്മതയുള്ള വാളിനാൽ ഏർന്ന് 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലാന നിർമ്മാണത്തെ ചെയ്ത് പർണശാല നിയമിക്ക പോയിക്കൊള്ളുവീൻ. ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം. ഇവിടത്തിൽ മുന്നേ ഒരു കാൽ, ഇനി മറുപുറത്തിലും ഒരു കാൽ നാട്ടിക്കൊള്ളുകയും. ഇനി ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലെല്ലാം ചേർത്ത് പർണശാല നിയമിച്ചുകൊണ്ട് ശരണം തമയ കൽപ്പനാനുസരണം പർണശാല നിർമ്മിച്ചു വന്നീരണ. പർണശാല നിർമ്മിക്ക പോന ഉനക്ക് ഇവളവ് കാലതാമസം എന്നാ തമ്പി. കുറിത്ത തരുവൈ കുറത്തിടവേ കൊടിയോനുടലങ്കോൾപ്പെട്ട്. തമയ പർണശാലയ്ക്ക് തകുന്ന വൃക്ഷത്തെ മുറിച്ച കാലത്തിൽ കൊടിയവനാണ് ഏതോ രാക്ഷസനുடைய ശരീരം 2 പിളവാക മുറിந்து വീഴുന്നത്. അത് നിമിത്തം വന്ന വനത്തെ ഉപേക്ഷിത്ത് വേറൊരു വനത്തിൽ ചെன்று മരത്തെ മുറിത്ത് പർണശാല നിമിച്ചു തന്നേൻ. ഇതിൽ നീയും തായും അധിവാസം ചെയ്യ വേണ്ടും. അടിയൻ പുറങ്കാവലാക നിன்று കൊള്ളുവീനണ്ണ. അപ്പടിയാകട്ടും തമ്പി. വരായ് ജാനകി, തമ്പി നിർമ്മിക്കാൻ എന്റെ പർണശാല പാർക്കും കാലത്തിൽ മായം നീങ്ങിയ ചിന്തനൈ മാമറൈ തൂയ പാൽക്കാടൽ വൈകുണ്ഠം ചൊല്ലലായ ഗംഗൈ ആരോംബുരലന്നതേ ചമൈതന ചാലയേ. തമ്പി നിർമ്മിച്ച പർണശാല അജ്ഞാനം നീങ്കിന് ബ്രാഹ്മണന്മാരുടെ മനസ്സെ പോലെയും പരിശുദ്ധமான പാൽക്കടലെ പോലെയും ആകാശഗംഗ പോലെയും ശോഭിക്കുന്നത്. இந்த ശുഭമുഹൂർത്തത്തിൽ ഇതിൽ അധിവാസം ചെയ്യുവോം ജാനകി. ആകട്ടം കണവ. രാവണ സോദരി ശൂർപ്പണകை വികാരം സഹിക്കരുതില്ലേ. അതിനാൽ இந்த பூமியை ஒன்று பிடிச்சு வச்சு கொடுத்து கொள்வேன். ഹയ്യ ഹയ്യ ഹയ്യ. ഭൂമിയും ഒരു പെണ്ണ്, ഞാനും ഒരു പെണ്ണ്. അതിൽ പ്രയോജനമില്ല. ഇതോ ഇവിടത്തിൽ വൃക്ഷക്കുറ്റികൾ കാണുന്നത്. അന്ത വൃക്ഷക്കുറ്റി ഒന്ന് പറ്റി പിടിച്ച് കിടന്നു കൊള്ളുവേൻ. ഹയ്യ 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 ഹയ്യ. വികാരം സമിക്കരുതില്ലേ. ഒരു പുരുഷനെ ഭർത്താവാക സ്വീകരിക്ക വേണം. அதுக்கு முன்னதாக என் மகன் சம்புகுமாரன் பரமேஸ்வர சுவாமியை தபசு செய்து ஏதெல்லாம் வரபலங்கள் சம்பாதிச்சிருக்கிறது என்று பார்க்க இവിടത്തിലിருந்து പോയിക്കൊള്ളുവേ. ഓ, ഇവിടത്തിലല്ലയോ ശംഭുകുമാരൻ തപസ് ചെയ്ത് വൃക്ഷം മുറിഞ്ഞു കൊടുക്കരുത്. അയ്യോ 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 വാരാ ശംഭുകുമാര. തിരുനീരം മഞ്ചെഴുത്തം ശിവപാദാവും കണ്ട ഉന്നേ തുണ്ടമാതാ എവർ ചെയ്താർ ശംഭുവരേ. അയ്യോ അയ്യോ വാരായി മകനേ. ശിവപെരുമാനെ തപം ചെയ്ത് വരം വാങ്ങ വന്ന് ഉന്നെ ആരാകിലും എടാ ഇപ്പടി ചെയ്തു പോനത് വാരായി മകനേ. ആണ്ടാണ്ട് അഴുതാലും മാണ്ട പിള്ളை வருகிறதில்லை. இந்த ശവശരീരത്തെ അഗാധ കുഴിയിൽ തള്ളിക്കൊള്ളുവേൻ. എൻ വികാരം തീരെ ഒരു പുരുഷനെ കിടക്ക വേണം. അതற்காக ആകാശമാർഗமாக നിന്റെ പാർത്തുകൊള്ളുവേ.
വരായ് സീതേ ശരണം കണവ. സൂര്യോദയമാനത് നിത്യകർമ്മങ്ങളെ മുടിക്ക ഗോദാവരി തീരത്തുക്ക് പോവേൻ. அப்படியாகட்டும். ஓ சூர்பனகியான நான் இந்த பாண்டூக மலையில் இருந்து பார்க்கும் காலத்தில் அதோ வாரும் ஒரு கோமள புருஷன். இந்த ரூபத்தில் நான் போகுமானால் அவன் என்னை சீகரிக்க மாட்டான். ஆகையினால் நல்ல சுந்தரி வேஷம் எடுத்து போய்கொள்ளுவேன். தேரா நானே நன்னே நானே நன்னே நானே நன்னே நனனா நானே நன்னே நானே நன்னே நானே நன்னே நனனா நானே நன்னே நானே நன்னே நானே நன்னே நனனா நானே நன்னே நானே நன்னே நானே நன்னே നനനാ. ആരിവളൊരു തരുണി സുരനാരിമാരിലേഖയായ സുന്ദരിമാണി. ആരിവളൊരു തരുണി സുരനാരിമാരിലേഖയായ സുന്ദരിമാണി. പേരുഴയെന്ന കരുലകിൽ പിറിതുവാനിൽ ആകാശമാർഗമാകെ ഒരു സുന്ദരി വരികറത്. ഇവളെ കുറിച്ച് ആലോചിച്ചാൽ പെരുമപെറ്റ നാഗകന്യകൾ ഒരു വിധാനോ, സ്വർഗസുന്ദരികളിൽ ഒരു വിധാനോ, ഭൂലോക സുന്ദരികളിൽ ഒരു വിധാനോ തെരിന്തതില് സമീപം വരട്ടും മനസ്സേ. വരായ് സ്ത്രീയെ നീ ആരാകിലും പുതൽവൻ മൈന്ദൻ പുതൽവീമോ പുരങ്ങൾ ചറ്റ മന്മദ ഞാൻ ബ്രഹ്മദേവർ പുത്രൻ പുലസ്ത്യൻ. പുലസ്ത്യൻ പുത്രൻ വിശ്രവസ്. വിശ്രവസ്രപുത്രി കാമവല്ലി എന്ന് ചൊല്ലും കേട്ടയോ മന്മദ. സ്ത്രീയെ നീ ഇവിടം വര കാരണമെന്നാ? അതിനാൽ ഉൻപേരിൽ പെരുതാൻ ആശ കൊണ്ടു വന്നേൻ. നീ രാക്ഷസഗണം, ഞാൻ മനുഷ്യഗണം, നാം തമ്മിൽ പൊരുത്തമില്ലയേ പെണ്ണേ. അവിവാഹം അഷ്ടവിധമാകല്ലോ. ബ്രാഹ്മോ ദൈവസ്തഥാ വാർഷ പ്രാജാപത്യ തഥാ സുരഹ ഗാന്ധർവോ രാക്ഷസൻ ജൈവ പൈശാചോ അഞ്ചാഷ്ടമാതമായെങ്കിലും അതിൽ നമുക്ക് ഗാന്ധർവ വിവാഹം ചെയ്യലോമെന്തോ ചൊന്നത്. ഉനക്ക് എൻ പേരിൽ സ്നേഹമുണ്ട്, എനക്ക് ഉൻ പേരിൽ സ്നേഹമില്ല. നീ വന്ന വഴിക്ക് പോകേ പെണ്ണേ. കാരണം ഗണവാദുഷ്ട സ്ത്രീകളോട് ഒരു സംസർഗം ചെയ്യലാകാതെ ലക്ഷ്മണൻ കേട്ടാൽ കോപിക്കും. നമുക്ക് പർണശാലയ്ക്ക് പോവും ഗണവ. രാത്രികാലമാനത് സൂർപ്പണകയാണ്. എനക്ക് നിദ്ര വരുകറില്ല. പുഷ്പങ്ങളെ അറുത്ത് പുഷ്പമെത്ത ചെയ്ത് അതിൽ കിടന്നു കൊള്ളുകേൻ മനസ്സേ. കലയോ മതിയക്കറിയാകവൻ ചിലയിന്മാരനെ തിണ്ടിടുവൻ കോലോ. വരായി ചന്ദ്രദേവ ഉന്നെ കറിയാക ഞാൻ ഭക്ഷിക്കട്ടുമോ? മന്മത ബാണം എൻ പേരിൽ ചെയ്തതിനാൽ മുഴുങ്ങരുത്. അന്ത രാമനെ ഭർത്താവാക സ്വീകരിക്കാ വിട്ടാൽ ഇനി ജീവിച്ചിരുന്ന് പ്രയോജനമില്ല ഈ മനസ്സേ. ജാനകി സൂര്യോദയമാനത് വേറൊരു മാർഗമാക ഗോദാവരി തീരത്തേക്ക് പോവേ. അപ്പടിയാകട്ടം. എന്നാ ഇത് സൂര്യൻ ഉദിച്ച് എത്രയോ നേരമാനത്. നേറ്റേത്തിരം കണ്ട മന്മഥനെ ഒന്ന് കാണ വേണം. പർണശാലയ്ക്ക് പോവേ. ആഹാ, ഇന്ത സ്ത്രീ നിമിത്തം അത് രാമൻ എന്നെ സ്വീകരിച്ചതില്ലേ. ഇവളെ എടുക്ക ഉദ്യമിക്കറേ. ഒരു രാക്ഷസ സ്ത്രീ വരുகிறது. അവരുടെ ഉദ്ദേശം തരിന്തതില്ല. പഞ്ചകുറുപ്പുകൾ അതിവേഗം അങ്ങ് ഛേദിച്ചു. ഹരം ഹണ്ണിൽ വെക്കണ്ടു. അയ്യോ അയ്യോ രാവണതമയ ഇന്ദിരം വേദിയരം മാധവരം ദേവർഗളം യാവർഗളം പണികൾ മക്കളെന്നെ മൂക്കാരിന്താ കട്ടേൻ കട്ടേല്. അയ്യോ 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 നീ ആരാകിലും ഭൂതമോ പ്രേതമോ പിശാചോ വൃക്ഷമോ ആരൻ
ചൊല്ലണ്ടി ചൊല്ലേ അയ്യോ, ഉൻ സോദരി ശൂർമളകെ ശൂർമളകെ അയ്യോ സൂർപ്പണയ്യോ നീ ആരാകലും ഇപ്പിടി ചെയ്തു പോനത് സരയോർ നദി സോർന്ന അയോധ്യാമന്നൻ ദശരഥപുത്രൻ രാമലക്ഷ്മണങ്ങളോടുകൂടി ഒരു പെണ്ണെ കൊണ്ടുവന്നിരുகிறாർ. അവർ നല്ല സുന്ദരി. ഉമക്ക് ഭാര്യാവതം തന്ന് വാഴത്തകുந்த വഴകട്ടിരോ അണ്ണാ. പെണ്ണിനാൽ വന്ന വഴി പെണ്ണിനാൽ തീർക്ക വേണം. ஆனால் അവളെ അതിവേഗமாக കൊണ്ടുവന്ന് കൊള്ളുകേൻ. സീതയെ നീ കൊണ്ടുവന്നാൽ എനിക്ക് രാമനെ ഭർത്താവാകെ കൊണ്ടുവരുന്ന വേണം കളവാ. അതും വിധി പോലിരിക്കും. നീ പോയിരിക്ക ചന്തമലർ തൻ കൽപ്പക നീട തലവാർക്കം അന്തകനുക്കും അഞ്ചവടുക്കും അരസാൾവാ இந்த വനത്തിൽ ഇന്നലിരൊക്ക എളിയോരേ വന്ന കരുത്തൈ ചൊല്ലുതിയന്തൻ മരുകോനേ. സൗന്ദര്യമേറിന് പുഷ്പാലങ്കൃതமான കൽപ്പക വൃക്ഷനിഴലിൽ വസിക്കുറ ഭാഗ്യശാലിயான ഇന്ദ്രനും യമധർമ്മനും ഉൻ ഭാഗ്യത്തിൽ അസൂയപ്പെട വേണം. അപ്പടി ഇരിക്ക അർദ്ധരാത്രി കാലത്തിൽ ഏകനായി വരുവാനുള്ള കാരണമെന്നാ രാവണമരുക വൺമൈ തരുത്തോർമാനിടർ മാറ്റങ്കവർ എന്നുടെ സോദരിയുമാണ് ശൂർപ്പണകെ പഞ്ചവറുപ്പുകളെ രാമസോദരൻ ലക്ഷ്മണൻ ഛേദിച്ചു വിട്ടത് യക്ഷയോഗത്തുക്കും എന്നുടെ ബ്രഹ്മഗോത്രത്തിക്കും ഇതിൽ പരം പോരായ്മയില്ല. അതിനാൽ രാമഭാര്യ സീതയെ അപഹരിക്കവും സഹായം വേണം മാമ. ഇന്ദിരൻ കെട്ടതും പെണ്ണാലെ ചന്ദ്രൻ കെട്ടതും പെണ്ണാലെ ലോകത്തിൽ എത്തിരയോ പേർകൾ മാനഹാനി മനോദുഃഖം അടന്തിരിക്കുന്നത് സ്ത്രീകൾ നിമിത്തമാകിലും കോപത്താൽ ഇറந்த പേർകൾ കോടി കോടി കാമത്താൽ ഇറந்த പേർക്ക് കണക്കില്ലയേ. സീതയെ നീ അപഹരിക്ക ഉദ്യമിച്ചാൽ ഗോത്രമേ നശിക്കും മരുക. എൻ വാർത്ത കേൾക്കാവിട്ടാൽ ചന്ദ്രകാസമാന വാളിനാൽ ഉന്നെ വെട്ടി നിഗ്രഹം ചെയ്യുവേ. വിനാശകാലേ വിപരീത ബുദ്ധി. ഉൻ ചന്ദ്രകാശമേറ്റ് മരണമടയുന്നതേക്കാൾ ഭേദം രാമസായകമേറ്റ് മരിക്കുന്നതാകിലും. അപ്പടിയാനാൽ മോഷം ലഭിക്കും. ശരി, ഉനക്ക് വേണ്ടി ചെയ്യ വേണ്ടിയ കാര്യം എന്നാ രാവണമരുക. മാനിനതുരുവായി ചെന്നാൽ മാൻവേഷം എടുത്ത് പോയി அந்த സീതയെ മോഹിപ്പിച്ച് രാമനെ പർണശാലയിൽ ഇരുന്ന് അകറ്റിനാൽ സന്യാസി വേഷം എടുത്ത് സീതയെ അപകരിച്ച് ഞാൻ കൊണ്ടുവരുവേ. ஆனால் நான் மான்வேஷம் எடுத்து கொள்கிறேன். നീ ഉൻ വേഷത്തെ കാണിക്കേ. ഹരിയോം ഹരി അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ. രാവണ, എല്ലാം ഉൻ വിധി. ഇനി നമുക്ക് യമപുരിയിൽ കാണലാം. അപ്പടി ആകട്ടെ. ആണി പൊന്നിയ തായ്കീരാൽ ചോടർകിன்றதோ തെഞ്ചെവികാണിക്കമായത്തോരോ മാനോളതാൽ കാണത്താകുമോ ഇതു കാരണനീ. ശരണം പ്രാണനാഥ. മാറ്റുയർന്ന തങ്കത്തെ പോൽ ദേഹകാന്തിയോടുകൂടിന് ഒരു മാൻ കളിച്ച് വിളയാടുകുറത് ഇത് പിടിച്ചു തരുവേണമേ കണവാ. ഘനവിജയ ഉഗ്രരൂണിരഗോദണ്ഡമാണ് ലക്ഷ്മണ. കോടിമാർത്താണ്ടാതപ ജ്യോതി വിജയ കിരീടമണി മകുടവിലസല ശ്രീവീരരാഘവ ശരണം. എന്നോക്കം എന്നലാകം ഇളയവായിതനൈ നോക്കായി. இந்த மானுக்கு சமானமாக மானத்தான் சொல்ல வேணும். இது பொய்மானோ மெய்மானோ என்று பார்த்து சொல்ல சோதரா. பார்த்தேன், பார்த்துங்காலத்தில் பரமார்த்தத்தை தெரிந்தேன். மகவாய் வந்த மூவரில் ஒருவன் போனான். நாம் விஸ்வாமித்திர
വിശ്വാമിത്ര മഹർഷിயின் യാഗരക്ഷ ചെയ്യപ്പോണ കാലത്തിൽ യാഗം മുടക്ക വന്ന മാരീചനാകിലും പൂർവീകന്മാർ മാൻവേട്ടை നിരോധിച്ച പേர்கள் അതിനാൽ இந்த മാൻ നമുക്ക് വേണ്ടാം അണ്ണാ. ജാനകി മാൻ പിടിച്ചു തര വേണമെന്ന് നിർബന്ധിക്കുന്ന പോന ഒരു വയാകിലും ആകെയാൽ പൊയ്മാനാൽ അസ്ത്രം തൊടുപ്പേൻ അല്ല വിട്ടാൽ പിടിച്ചു വരുവൻ. അത് പര്യന്തം നീ പർണശാലിയെയും ജാനകിയെയും കാത്തിരുന്ന് കൊള്ള സോദര. அப்படியாகட்டும். പോരാതെ നീ എൻ മുൻ വந்தாய் ഉന്നെ വിരുമ്പി ഞാൻ വന്നേ കമല ചെയ്ത് വീചൻഡു വീടിത്ത് താവന്നായി കനകമൃഗമീ ഉന്നെ സീതാദേവിയാനവൾ പിടിച്ചു തര വേണമെന്ന് ചൊന്നാൽ ആകെയിനാലെ നീ ഓടാതെ ഒളിക്കാതെ ഉന്നെ ഒരു തരം പിടിച്ച് മാറിയേ ചെയ്തു കൊള്ളുവേൻ. എങ്കവാ മാനെ എപ്പടി വാ മാനെ എങ്കവാ മാനെ എപ്പടി വാ എങ്കവാ എപ്പടി വാ എങ്കവാ വാരായ് വാരായ് മാനേ നീ മരുഭൂ നിന്നെ ഒരു തരം ഉന്നെ ആട്ടി പിടിപ്പേൻ. എങ്കവാ മാനെ എപ്പടി വാ മാനെ എങ്കവാ എപ്പടി വാ എങ്കവാ. இந்த மான் எனக்கு வேண்டாம் வேண்டாம் என்று சொன்ன காலத்தில் முன்னே ஓடுகிறது ஒரு தரம் கூடி ஆட்டி பிடிச்சு மாறுவே செய்து கொள்வேன். எங்க வா மானே எப்படி வா எங்க வா எப்படி வா எங்க வா எப்படி வா. കുന്തിടൈ വരും മേഘക്കുഴുവിടൈ കുതിക്കും കൂടെ. തമ്പി ചൊന്നത് പരമാർത്ഥമാകിലും മാനിനുടെ നെടുമാർവക്ക് ഏകബാണം തൊടുത്തു കൊള്ളുവേൻ. മാനിൻ ബീറാകെ എൻ വീതിയാൽ വന്നേ നാരകർമായത്താലേ. മാനെ പിടിക്ക വിധിവശ നിമിത്ത ഇന്ത കാട്ടിൽ ഞാൻ വന്നേൻ. ദുഷ്ടന്മാർകൾ എന്നെ കൊണ്ട് നിഗ്രഹത്തെ ചെയ്യുന്നതിற்கு മുന്നേ നീതാൻ വന്ന് രക്ഷിക്ക വേണമേ ലക്ഷ്മണ. ഹാരായ് സീതേ. ഓഹോ இந்த ദുഷ്ടമാരി ജൻ ശബ്ദം പോലെ അഴുത് രോദനം ചെയ്തത് ഇത് ജാനകി കേട്ടാലും തമ്പി കേൾക്കാമിരിക്കട്ടും. ചച്ചു നേരം ക്ഷീണം തീരത്തക്കതാക വൃക്ഷച്ചുവട്ടിൽ ഇരുന്ന് കുറ്റം വേന്ത കൂടത്തിനൻ കോൻ മകൻ നിറ്റിയോ ഏളയോയോരോ നീ ലക്ഷ്മണ സ്വാമിயின் ദുഃഖരോധനം കേട്ടും കേളാതവനെ പോലെ നീ നിൽക്കുറായേ. തമേനെ അന്വേഷണം ചെയ്തു പോക സോദര. ഏഴുമേ കാടാലൂലേഴുമേഴുമേ താഴുമോ രാഘവൻ തനിമേ തയ്യലേ. 14 ലോകത്തിലുള്ള സർവമാന പേറുകളും ഏകീകരിത്ത് തമിഴിനക്ക് എതിരാക വരുമായിരുന്നാലും അവർക്കതെല്ലാം നിസ്സാരം. മാരീചനുടെ പ്രാണപ്രയാണ സമയത്തിലുള്ളതാണ് ദുഃഖരോധനമാകിലും തേവരിൽ കേട്ടത്. സങ്കടമടയാൻ ഇരിക്ക വേണമേ ലോകജനനി. സ്വാമിയെ അന്വേഷണം ചെയ്ത് പോകാവിട്ടാൽ കത്തിജ്വലിക്കറ കാട്ടാഗ്നിയിൽ വീണ്ടും ഞാൻ മരണമടവേൻ തമ്പി. തുഞ്ചുവാനെന്റു നീ ചൊന്ന ചൊല്ലയാൻ. അയ്യോ എന്നെ ചെയ്യലാം, ഞാൻ തമേനെ അന്വേഷണം ചെയ്തു പോവേൻ. അപ്പടേ അന്വേഷണം ചെയ്തു പോകുമായിരുന്നാൽ ഏതോ ആപത്ത് വരും. ഇവിടത്തിൽ ഒരു വര വരയ്ക്കുറേൻ. ഒരു കാരണവശാലും ഇന്ത വര കടക്കലാകാതെ ഏത് ആപത്ത് വിപത്ത് വന്നാലും ജടായുദേവർ കാക്കക്കടവത്. ശ്രീമന്നാരായണ ശരണം, പരബ്രഹ്മസ്വരൂപ ശരണം, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായക ശരണം. இந்த വനത്തിലും തമേനെ കണ്ടതില്ല, വേറൊരു വനത്തിൽ പോവീൻ. തേരാ
ലങ്കാമന്നൻ, ത്രിഭുവനകാവലൻ, കൈലാസോദ്ധാരകൻ, സാമവേദ സാധകൻ, അഷ്ടഗജയുദ്ധപ്രിയൻ, ദശഗ്രീവൻ, രാവണൻ. മാരീചമാമൻ ചെയ്തത് രംഭ സഹായമാനത്. രാമനെ പിരിവ് ചെയ്യ വേണമെന്ന് ചൊന്നപോലെ തമ്പിയെ കൂടെ പിരിവ് ചെയ്തത്. നല്ല സന്ദർഭം. പർണശാലയിൽ ആരുമില്ലേ. സന്യാസി വേഷമെടുത്ത് അതിവേഗം പോവേൻ. തേരാ ഹരിയോം ഹരി അച്യുതാനന്ദ ഗോവിന്ദ അച്യുതം കേശവം നാരായണം ഭജേ കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ഹര ഹര ശിവ ശിവ മാദേവാ ശംഭോ എങ്കളെയാൾ കൊള്ളേ വാ വാ വാ. ശിവ ശിവ ഗജമുഖ ഗണനാഥാ ശംഭോ ശിവഗുണവന്ദിത ഗുണനീത. അമ്പലത്തരശേ അരുൾ മരുന്തേ ശംഭോ ആനന്ദത്തേനേ അരുൾ വിരുന്നേ. പൊതു നടത്തരശേ പുണ്യയതേ ശംഭോ പുലവരെല്ലാം പുകൾ കണ്ണിയതേ. ഹര ഹര ശിവ ശിവ മാദേവാ ശംഭോ എങ്കളെയാൾ കൊളേ വാ വാ വാ. എങ്കളെയാൾ കൊളേ വാ വാ വാ. ഹരിയോം ഹരി അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ. இந்த പർണശാലയിൽ ആരാവത് ഉണ്ടോ എപ്പടി? முனியே நீ யாராயிலும் இதோ இந்த வேத்ராசனத்தில் இருக்க வேண்டும் முனியே. நான் ஒரு பொய் சொல்லம் முனிவனல்லேன் பூமகள் மாதராளே. അസത്യം ചൊല്ലപ്പെട്ട ഒരു മുനിയല്ല ഞാൻ. ജീവേശ്വര ജഗത്തായി നാമരൂപാത്മകமான പ്രപഞ്ചമെല്ലാം അസത്യമാകിലും സച്ചിദാനന്ദமான ആത്മസ്വരൂപമാകിലും സത്യം. കൈവാളൈ കൈയിനാലേ പേക്ഷൈ നീ തരുവായിന്തി. ശബ്ദിക്കപ്പെട്ട വളകൾ ധരിത്ത കരത്തിനാല് ഒരു കവളം അന്നം ഇഷ്ടതര വേണം സ്ത്രീയെ. ഇവിടത്തിൽ സ്വാമിമാർകൾ ആരും ഇല്ലാത്തൊരു സന്ദർഭമാകിലും അവർ വന്നാൽ ഭക്ഷിക്ക കായോ കനിയോ തരലാം മുനി. സ്വാമിമാർകൾ പരികറ പര്യന്തം ഒരു മഹാരാജാവിൻ ചരിത്രം ചൊല്ലി സമയം പോക്കടിക്കലാം. എനക്ക് എൻ സ്വാമി ചരിത്രമല്ലാമൽ വേറെന്തും കേൾക്ക വേണ്ട. ഞാൻ ചൊല്ലുകിற ചരിത്രത്തിൽ സ്വാമിമാർകൾ ചരിത്രവും വന്നു ചേരും. ഇന്ദീരർക്കെഴുതലാകലാം സുന്ദര നാൻമൂകൻ മറവേറ്റോന്റീനാൻ. ഞാൻ ചൊല്ലപ്പെട്ട മഹാരാജാവ് ഭാഗ്യത്തിൽ ഇന്ദ്രനേക്കാൾ പെരും ഭാഗ്യവാൻ. ബ്രഹ്മകുല സംജാതൻ, ത്രിലോകപുരന്തരൻ, സാമവേദ ശങ്കരാഭരണൻ, കൈലാസോദ്ധാരകൻ, അഷ്ടഗജയുദ്ധപ്രിയൻ, ബ്രഹ്മദത്ത വരപ്രതാപി, ശിവൻ കൊടുത്ത ചന്ദ്രകാശമന്റെ വാളായുധപാണി, നല്ല സൗന്ദര്യമുള്ളവൻ. ഇപ്പടി എല്ലാ ഭാഗ്യമിരുന്നാലും ഒരു സുന്ദരിயான പെണ്ണை ഭാര്യയാക കിടച്ചിരിக்கிறതില്ല. നീ അവനക്ക് തകുന്തവൾ സ്ത്രീയെ. നീ സജ്ജന സംസർഗം ചെയ്തവനല്ലേ എൻ പ്രാണനായകൻ. അന്ത ദുഷ്ടന്മാരെ നിഗ്രഹം ചെയ്യ വന്നവർ മുനിയെ. രാക്ഷസന്മാരെ അധിക്ഷേപം ചൊന്നാൽ എനക്കും ആപത്ത് വരും. ഞാൻ വന്ന വഴിക്ക് പോകുറേ. പിന്നവരേവാൾ ചെയ്യ കേളടി കേളുകേള ദേവന്മാരെല്ലാം എനക്ക് ഏവൽ ചെയ്യുക മര്യാദയെ നീ ഒன்று പാര്. പെണ്ണാണതിനാൽ നീ പിഴത്തായി. ഇല്ലാവിട്ടാൽ ഉന്നെ ഇപ്പോതേ ഭക്ഷിച്ചു വിടും. എടുക്കും തിമിക്കുറേ. പതിവ്രതാഗ്നി മറുപുറത്തിൽ പോവേൻ. അവിടത്തിലും പതിവ്രതാഗ്നി ചന്ദ്രകാശமான വാളായുധമെടുത്ത് ഒരു യോജന ഭൂമിയോട് കുത്തിപ്പുഴക്കി തേർത്തിട്ടിൽ വെച്ച് കൊണ്ടുപോവേൻ. നടോ നടാ
ஜடாயுதவரே கண்டேன் கண்டேன் மருகியே நான் போய் தடுத்து கொள்கிறேன். அடா பாவி துஷ்டா ராவண கெட்டாய் கிளையோட்டு நின் வாழ்வையெல்லாம் தொட்டாயது என்ன தொடங்கினே பாட்டாயனவே கொடுபாத்தினியை விட்டே புதியால் கிளிர்கின்றிலையா சபை மகாபாவி ராவணா, உனது பந்து வர்க்கத்தோடும் உன் வாழ்க்கையும் நீ முழுதும் சுட்டுவிட்டாய். கல்பில் சிறந்த ஜானகியை விட்டு போனால் உனக்கு மரணம் இல்லாமல் போகலாம். துஷ்டா எட கழுவே பறந்த மேரு கிரியன பறந்து வந்த பறவையே தொடர்ந்து வந்து பருவையாக துய்யவானிலேற்றுவே பிடித்தடித்துணத்து மண்ணின் மேலிறந்திருந்து போகிலாகி லங்கை வேந்த நல்லதே. ஜடாயு தந்த கழுவி சவந்தீனி மகாமேரு பர்வதம் சிறகுகளோடு கூடி பறந்து வந்த நன்மையை போல சமீபம் வந்தால் உன்னை வேகம் சொர்க்கத்துக்கு அனுப்பிவிடும். உன் காலும் தலையும் பிடித்து அடித்து சின்ன பின்னமாக செய்யாவிட்டால் நான் எங்காவே இந்த நல்ல கட்டையோ கழுவி. உன் கிரீடம், பாகுவலயம், குண்டலங்கள், രഥം ഇതെല്ലാം കൊക്കിനാൽ കൊത്തി 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 അറുത്തു കൊള്ളുകേൻ. സഭൈ 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 ഇനി ഉയരോട്ട് യുദ്ധം ചെയ്യ വേണം. എൻ ഉയർനില ഇടതു കാലിൽ പെരുവിരലാകിലും എന്നുടേ ഉയർനില വലതു ചിറകിൽ രാവണ. ஆனால் இடதுகால் பெருவிரலை கொத்திக்கொள்கிறேன். വലതു ചിറകை ചന്ദ്രകാശം എടുത്ത് വെട്ടിക്കൊള്ളുകേൻ. ஐயோ சுவாமியானவர் காணுகிற பரியந்தம் தேகத்திலிருந்து தேகி போகாமல் இருக்க கடவுது வாராய் മനസ്സേ. ഇവളെ ആകാശമാർഗமாக കൊണ്ടുപോവേൻ. നടനടോ നട പേരികരണ പേരികൈ രാജപേരികൈ കുക്കുടതാളം കൊന്നക്കൊമ്പേ പെരുമ്പറച്ചണ്ട ഇത്യാദികളാണ് വാദ്യങ്ങളെ മുഴക്കി പോരിക്ക് പുറപ്പെട്ടു കൊള്ളുങ്ങൾ പടകളെ. ശ്രീരാമനാന നാനെ അസ്ത്രം തൊടുത്തുകൊള്ളുകേൻ. സഭൈ 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 മനിതകൾ മുതൽ പോരിൽ വന്ദർമലൈന്ദു രാവണൻ മയങ്ങിനാൻ. ഇനിയും അപ്പടിയിടപ്പനന്ദരതിരുദയത്തിൻ വിജയന്നേ. കുഞ്ഞികൾ വെഞ്ചിലെ വളതരും കണകൾ കൊണ്ടു നിന്നോട് കുളിക്കാതെ ജനനമിന്നോടു നിർത്തി வாழ்வனதோ சத்தியம் சௌரிய സൗര്യത്തിൻ മുതൽ നാളിലും തനതു തന്നിലും തലൈ തകർത്തിടാവരും മെച്ചിടയിലെങ്കിൽ വെട്ടതുപോലെ അപ്പടിനിയേകുമോ കവരിറക്കും മുനൈവാളിയാലുനത് കമ്മറുത്തമര കാണവേ കവരി കൊട്ടിട നടപ്പൻ ഞാനതവും പാരക അരിയ പാതക. രാമ രാഘവ ഇതേ ദിനം രാമ രാവണ യുദ്ധമാകിലും ഇതേമാതിരി ആരും യുദ്ധം ചെയ്തിരിക്കുന്നതില്ല. ഇനി ചെയ്യവൻ കൂടാതെ അത്തിനെയും ഘോര യുദ്ധം ചെയ്യലാം. മുന്നേ ഭൂലോക യുദ്ധം, ഇനി ആകാശ യുദ്ധം, ഇനി പാതാള യുദ്ധം, ഇനി ആകാശം, ഭൂലോകം, പാതാളം, ചക്രവാളഗിരി, മഹാമേരു ഒരു വിടമൊഴിയാമൽ യുദ്ധം നടത്തിക്കൊള്ളതാം. രാമ തൊട്ട് തൊട്ട് ഇരുൾ കണസഭേ ആകാശേശ്വര സഭേ അണ്ടകടാകൽ സഭേ ദേവക്കണസഭേ നാഗക്കണസഭേ കമ്പു സഭേ ഓരത്തരവാളി സഭേ
தளவாள் சபை ஓ ராவணா உன் கரத்தில் உண்டான வில்லை முறிக்குறே வாங்கு வலதடி முத்தடி முசலம் பீலிக்குந்தம் ஈட்டி യമതാടை ധർമ്മവാ ചുരികൈ പിണ്ടി കൽക്കത്തി ഓ എല്ലാം പോക്കെടുത്തത് ഇനി രാവണനുடைய ഒരു ഭാഗത്തിലുള്ള 9 കരങ്ങളെ ഭേദിക്കുറേൻ എടാ എടാ സ്വാപ്പൈ മറുഭാഗത്തിലുള്ള 9 കരങ്ങളെ ഭേദിക്കുറേൻ എടാ എടാ സ്വാപ്പൈ ഒരു ഭാഗത്തിലുള്ള 5 ശിരസെ ഭേദിക്കുറേൻ സ്വാപ്പൈ മറുഭാഗത്തിലുള്ള 4 ശിരസെ ഭേദിക്കുറേൻ സ്വാപ്പൈ ദേവാദികൾ മൂവാദികൾ കാണ് രാവണവധം ചെയ്യുറേൻ എടാ എടാ സ്വാപ്പൈ കരുത്തിലും രാമാവൻ പേർ കനാവിലും രാമാവൻ പേർ ദിനത്തിലും രാമാവൻ പേർ ദിനഹരി രാമായൻ പേർ മനത്തുള പീഡനാടി വൽവിனை വാറപോത് ഉണത്തൊഴുവേൻ ഉൻപാദം ഇനി വിഭീഷണ പട്ടാഭിഷേകം കഴിത്ത് സീതാദേവിയെ മീട്ട് എല്ലാ പേറുകൾക്കും അയോധ്യക്ക് പ്രയാണം ചെയ്തു കൊള്ളലാം. നടന്നടോ എല്ലാ പേറുകളും സരയൂർ നദിയിലിറങ്ങി ജടാമകുടങ്കിള ഇറക്കി നാളെ സൂര്യോദയം പട്ടാഭിഷേകം എന്ന് ചൊല്ലി പേരിയടിച്ചു കൊള്ളലാം. പട്ടാഭിഷേകം 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 പഞ്ചന ചെയ്മന്തരയാൽ മണ്ണാളും അരശിഴന്ത് വനങ്കതോറും നെഞ്ചുരങ്ങൾ മലയിടങ്ങൾ തോറും വെയ്യലിലെ നടന്നിഴത്ത വേടൈ തീരാ കഞ്ചമലർ തിരുരാമാകുസ്താരകുരാമ കമലക്കണ്ണ അഞ്ജനം പോൽ തിരുവേനി അഴകനെ അഭിഷേകമാടുവായേ ഇഷ്വാഗ് മുതൽ 101 രാജാക്കന്മാர்கள் ധരിച്ച இந்த സുവർണ കിരീടത്തെ ശിരസിൽ ധരിപ്പിച്ചു കൊള്ളുകേൻ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിൽക്ക് 1ാം രാജാവായിരുക്കി. രാമസ്വാമി അയോധ്യ രാജ്യത്തെ 1ാം രാജാവായിരുക്കി. സീതയമ്മൻ പട്ടത്തരശിയായിരുക്കി. സീതയമ്മൻ പട്ടത്തരശിയായിരുക്കി. ഭരതൻ 2ാം രാജാവായിരുക്കി. ഭരതൻ 2ാം രാജാവായിരുക്കി. ലക്ഷ്മണൻ 3ാം രാജാവായിരുക്കി. ലക്ഷ്മണൻ 3ാം രാജാവായിരുക്കി. ശത്രുഘ്നൻ 4ാം രാജാവായിരുക്കി. ശത്രുഘ്നൻ 4ാം രാജാവായിരുക്കി. മാതാക്കളെല്ലാം രാജമാതാക്കളായിരുക്കി. മാതാക്കളെല്ലാം രാജമാതാക്കളായിരുക്കി. இந்த சுபமுகூர்த்தத்தில் உனக்கு நான் கிரீட தாரணையை செய்தேன். நீ சுகி பவான் ஆயுஷ்மான் பவான் ராமா. ശരണം ഗുരുവേ. இந்த ശുഭമുഹൂർത്തത്തിൽ അടിയനക്ക് കിരീടധാരണ ചെയ്തതാണ്. ഗുരുവാര ഉമക്ക് ഇതോ ദക്ഷിണ തന്നുകൊണ്ടേൻ. ഇதை സ്വീകരിക്ക വേണ്ടും ഗുരുവേ. രാമാ രാഘവ ഉന്നിടത്തിലിരുന്ന് ദക്ഷിണ സ്വീകരിക്ക എനിക്ക് യാതൊരു അർഹതയുമില്ല. കാരണം നീ നാരായണ സ്വാമിയാകിലും ലോകത്തിൽ ധർമ്മച്യുതി ഉണ്ടാകും കാലത്തിൽ ധർമ്മത്തെ നിലനിർത്ത നീ ഓരോ അവതാരം എടുക്കും. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്താകിലും ക്രിയാവസാനം ദക്ഷിണ എന്റെ ചടങ്ങെപ്പടി ഞാൻ ദക്ഷിണ സ്വീകരിച്ചു കൊണ്ടേൻ രാമാ. സുഖി ഭവാൻ ആയുഷ്മാൻ ഭവാൻ രാഘവ. അപ്പടിയാകട്ടും വരായ് സുമന്ത്ര മംഗല്യ സ്ത്രീകളെ വരവഴത്ത് മംഗളനാട്യം നടപ്പിച്ചുകൊള്ള. അപ്പടിയെ ചെയ്തു കൊള്ളുകേ. இந்த നാട്യം ആരുടേതെന്നാൽ இந்த രാമായണം ഇവിടത്തിൽ നടത്തുറതൽക്ക് ഉത്സാഹിക്കാൻ പേരുകൾ സംഘാടകർ കാണികൾ എല്ലാ ഭക്തജനങ്ങൾക്കും ആയുസ് ആരോഗ്യം സമ്പത്ത് സമൃദ്ധി ഇവ ഉണ്ടാക ശ്രീരാമസ്വാമിയും ഭഗവതിയും മേന്മേലും കടാക്ഷിക്കട്ടും.
रामायण पुतुल उत्सव का समापन हम कर रहे हैं दिल्ली के मोमेंट्स पपेट थिएटर ग्रुप की प्रस्तुति से। निर्देशक हैं श्री विवेक कुमार। विवेक जी ने पुतुल कला सुविख्यात पुतुल कलाकार दादी पद्म जी और अनुरूपा रॉय से सीखी। वैसे तो एक बाल कलाकार के रूप में आपने दूरदर्शन के धारावाहिक हम सब में काम किया था, मगर फिर पुतुल कला के प्रति आकर्षित होकर इशारा पपेट थिएटर ट्रस्ट से जुड़ गए। वर्ष 2010 में आप कठकथा पपेट्स आर्ट्स ट्रस्ट से जुड़े और फिर आपने अपने द मोमेंट्स पपेट थिएटर ग्रुप की स्थापना की। वर्ष 2014 में आप फ्रांस में अपनी कला का प्रदर्शन कर चुके हैं। आप कई स्कूलों और संस्थाओं के लिए कार्यशालाएं भी संचालित कर चुके हैं। आज की इस प्रस्तुति में आपके साथ हैं श्री अनिल कुमार, श्री गणेश कुमार, सुश्री कुमारी यादव और श्री शहादत। गीत संरचना श्री गुंडूराज ने की है। श्री विवेक कुमार और साथी प्रस्तुत कर रहे हैं सुंदरकांड। इसमें हनुमान लंका जाकर माता सीता से भेंट कर और लंका दहन कर वापस श्री राम के पास पहुंचते हैं। महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा गजाननं भूतगणादिसेवितं कपित्तजम्बूफलसारभक्षितम् उमासुतम् शोकविनाशकारणं नमामि विघ्नेश्वरपाद पंकजम् विघ्नेश्वरपाद पंकजम्।
और फिर सीता का पता लगाने हनुमान जी चल पड़े लंका की तरफ। जब हनुमान जी आकाश मार्ग से उड़ रहे थे तो उनके सामने एक विपदा आई। सिंगिका नाम की राक्षसी, वो आकाश में उड़ने वाले पक्षियों को पकड़ लेती थी और उन्हें अपना भोजन बना लेती। और ऐसा ही उसने हनुमान जी के साथ भी किया। उड़ते उड़ते हनुमान जी रुक गए। हनुमान जी ने सोचा, ऐसा कौन पैदा हो गया जो मुझे रोक सके। हनुमान जी ने उसका भी वध किया और अपने मार्ग में आगे बढ़ गए सीता मां की खोज में। जैसे ही हनुमान जी लंका में प्रवेश कर रहे थे तभी पीछे से एक आवाज आई, रुक जा वानर, तेरी इतनी जरूरत, मेरे होते हुए तू लंका में चुपचाप घुस रहा है। तेरे जैसे चोर मेरा भोजन बनते हैं। हनुमान ने लंकनी से बोला, हे माते, मैं कोई चोर नहीं हूं, मैं रामदूत हनुमान हूं। यहां मैं सीता मां की खोज में आया हूं।
जिसे रावण ने हरण किया था। लंकनी ने बोला, तेरी इतनी जरूरत, हमारे राजा के बारे में तू ऐसा बोल रहा है? आज तू मेरे हाथों नहीं बचेगा। इतना कहना था, हनुमान जी को क्रोध आ गया। उन्होंने लंकनी को भी सबक सिखाया और वो अपनी खोज में आगे बढ़ गए। तभी उन्हें एक आवाज सुनाई देती है, राम राम राम। उन्हें लगता है इस राक्षसों के महल में राम नाम कौन ले रहा है। तभी उनके सामने रावण का छोटा भाई विभीषण आता है। आप कौन है मान्यवर, और इस राक्षस भरे महल में आप राम का नाम ले रहे हैं? विभीषण बोलते हैं, हे प्रभु, मैं रावण का छोटा भाई विभीषण हूं, परंतु आप कौन हैं? हनुमान उन्हें बताते हैं कि वो रामदूत हनुमान हैं और वो यहां सीता मां की खोज में आए हैं। वो उनसे पूछते हैं, क्या आप बता सकते हैं सीता मां कहां मिलेंगी मुझे? इतने में विभीषण उन्हें बताते हैं, रावण ने सीता मां को अशोक वाटिका में बंदी बना रखा है। चलिए मैं आपको वहां ले चलता हूं। हनुमान जी उन्हें कहते हैं, आप कष्ट ना उठाएं, मैं खुद उन्हें ढूंढ लूंगा। इतना कहकर हनुमान जी आगे बढ़ जाते हैं। जब हनुमान जी अशोक वाटिका पहुंचते हैं तो वो क्या देखते हैं? रावण सीता मां को डरा रहा है और उन्हें जबरदस्ती अपने से शादी करने की बात कह रहा है। सीते, भूल जा उस राम को, मुझसे विवाह कर ले, तुझे रानी बना के रखूंगा। सीता खामोश, सब कुछ सुनकर अपने मन ही मन राम को याद करती है। सीता की तरफ से कोई आवाज ना आने पर रावण को गुस्सा आ जाता है। वो सीता से कहता है, मैं तुझे 1 माह का वक्त और देता हूं, उसके बाद मेरी तलवार और तेरा सर। इतना कहकर रावण चला जाता है और सीता खामोश राम को याद करते हुए रोती रहती है। तभी अचानक हनुमान सामने प्रकट होते हैं। हनुमान जी सीता मां को राम की अंगूठी दिखाते हैं और कहते हैं, मैं रामदूत हनुमान आपकी खोज में यहां तक आया हूं। हनुमान, कैसे हैं राम, कैसे हैं लक्ष्मण, सब कुशल मंगल तो है ना? इतना कहकर सीता मां रोने लगती है। हनुमान जी उन्हें दिलासा देते हैं कि वो सब कुशल मंगल हैं और हमेशा आपको याद करते हैं। हनुमान, जल्दी करो, जाओ बताओ श्री राम को कि ये रावण मुझे 1 महीने के अंदर मार डालेगा। हनुमान कहते हैं, माते, आप कहें तो मैं आपको इसी पल अपने साथ लेके जाऊं। सीता मां कहती है, नहीं हनुमान, मैं श्री राम का इंतजार करूंगी और फिर इस रावण को भी तो सजा देनी है। हनुमान जी कहते हैं, जैसी आपकी इच्छा माता। मां, मैंने बहुत दिन से कुछ खाया नहीं है, क्या मैं कुछ फल खा लूं? सीता मां कहती है, क्यों नहीं, जरूर। इतना कहना था कि हनुमान जी चल पड़े अपनी भूख मिटाने और अशोक वाटिका को तहस नहस करने।
देखते ही देखते हनुमान जी पूरी अशोक वाटिका तहस नहस कर देते हैं और वहां के कई सारे राक्षसों को भी खत्म कर देते हैं। उसके बाद उनका युद्ध होता है रावण के बड़े पुत्र अक्षय कुमार से। जैसे ही अक्षय कुमार के मौत की खबर रावण को मिलती है, पहले तो वो बहुत दुखी होता है। फिर वो इतना क्रोधित हो जाता है कि वो अपने बेटे मेघनाथ को भेजता है और उसे कहता है, जाओ मेघनाथ, उस वानर को बंदी बना करके हमारे सामने पेश करो। उसके बाद हनुमान जी और मेघनाथ के बीच भयंकर युद्ध होता है। और मेघनाथ ब्रह्मास्त्र का इस्तेमाल करके हनुमान जी को बंदी बनाकर अपने पिताश्री के सामने ले जाता है। रावण क्रोधित होकर पूछता है, तू कौन है और यहाँ क्या कर रहा है? हनुमान जी कहते हैं, हे रावण, मैं प्रभु श्री राम का दूत हनुमान हूं और मैं यहाँ सीता माँ की खोज में आया था। अच्छा, तू उस घमंडी का दूत है, तेरी इतनी हिम्मत, तू मेरे महल में घुसा? हनुमान जी कहते हैं, हे रावण, इतना अहंकार ठीक नहीं, अभी भी वक्त है, सीता माँ को छोड़ दे और प्रभु श्री राम से माफी मांग ले। और रावण का क्रोध बढ़ता ही चला गया। जैसे ही रावण अपनी तलवार मांगते हैं, विभीषण बीच में आते हैं और कहते हैं, भैया ये दूत है, आप दूत को मार कर अपनी सभा को अपमानित नहीं करना चाहेंगे। हम दूत को मार नहीं सकते, लेकिन उसे सजा तो दे सकते हैं। वानर को सबसे प्रिय उसकी पूंछ होती है। आग लगा दो इस वानर की पूंछ में, आग लगा दो। जय श्री राम, जय श्री राम। राम का नाम लेकर हनुमान जी ने पूरी लंका जला दी।
लंका जलाने के बाद हनुमान जी ने अपने पूंछ की आग समुद्र में बुझाई और वो फिर से गए सीता माँ के पास विदा लेने के लिए। सीता माँ ने उन्हें अपनी चूड़ामणि दी और कहा कि श्री राम को बोलिए कि वो जल्दी करें। इतना कहना था, हनुमान जी ने राम का नाम लिया और वो उड़ गए किष्किंधा की ओर। जय श्री राम। वायुपुत्रं वानरमुख्ययोधौ श्रीरामदूतौ वीरहनुमौ मनसा स्मरामि मनसा स्मरामि इसी के साथ संगीत नाटक अकादमी द्वारा आयोजित इस 4 दिवसीय रामायण पुतुल उत्सव का यहीं समापन होता है। आप सब इस कार्यक्रम से जुड़े, इसके लिए अकादमी आप सब की आभारी है। आज्ञा दें। नमस्कार।